ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ലോഗ് ചെയ്താലോ? പാല് കിട്ടിയില്ല, അതുകൊണ്ട് കട്ടൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ ഒരാളെ തപ്പി ഇറങ്ങി കേട്ടോ. അതാ ഇരുന്ന് ആടുന്നു ഊഞ്ഞാല്. ഇവിടെ ആട്ടം കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. എന്തെല്ലാം സർക്കസാന്നറിയോ ആ ഒരു ഊഞ്ഞാലിൽ കിടന്ന് കാണിക്കുന്നത്. ഒന്ന് സൂക്ഷിച്ചൊക്കെ ഒന്ന് ആടടി എന്ന് പറഞ്ഞിട്ടും യാതൊരുവിധ മൈൻഡും ഇല്ല. പിന്നെ ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി മുറ്റത്തൊക്കെ ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചു. നിങ്ങളെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു. ഇത് കണ്ടോ, എന്റെ ഉമ്മയുടെ ഒരു പൂന്തോട്ടം എന്ന് പറയാൻ പറ്റില്ല, അങ്ങ് ഒന്നോ രണ്ടോ പൂവൊക്കെ ഉണ്ട്. പക്ഷേങ്കില് ഞങ്ങളെ മക്കളെക്കാളും നന്നായി നോക്കുന്ന ചെടികളെ കേട്ടോ. ചെടി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ജീവൻ. അബദ്ധത്തിൽ പോലും ഒരു പൂ പോലും പിച്ചാൻ പറ്റൂല. ഒരു പൂവങ്ങാണ് പിച്ചി കഴിഞ്ഞാ പിന്നെ അന്ന് കഴിഞ്ഞല്ല. ഇത് കണ്ടോ, മഞ്ഞപ്പൂ എനിക്ക് എന്റെ പേരറിയത്തില്ല. പിന്നെ നമ്മുടെ റോസാപ്പൂ വിരിഞ്ഞിട്ടില്ല, ആള് വിരിയുന്നേ ഉള്ളൂ. പിന്നെ ഒരാള് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാന്ന് തോന്നുന്നു, ഡാൻസ് കളിച്ചിരിക്കുക. പിന്നെ കുറച്ച് കൃഷി, മുളക്, ഇത് ചുമന്ന മുളക് കേട്ടോ. പിന്നെ ബജ്ജിമുളക് എന്നൊക്കെ പറയുന്നു. പിന്നെ ഏറ്റവും പുറകിലാട്ടോ ഇയാളെ സ്ഥാനം. കാണാൻ ക്യൂട്ടാണെങ്കിലും പുള്ളിക്കാരിയുടെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ കുറെ കൃഷികളുണ്ട് ഉമ്മ. ഇതൊരു ഔഷധ ചെടിയാ, പനിക്കൂർക്കെന്ന് പറയും. കഫക്കെട്ടൊക്കെ വരും, പിഴിഞ്ഞു കുടിക്കാൻ യൂസ് ചെയ്യും. കപ്പയ്ക്കകത്ത് പൂവൊക്കെ വന്നു. പിന്നെ ഇതായി കുരുമുളക് കണ്ടോ, കിളിച്ചു വരുന്നതേ ഉള്ളൂ, സംഭവം വരുന്നതേ ഉള്ളൂ. ഇവിടെ ഒരെണ്ണം കൂടി ഞാൻ കണ്ടായിരുന്നു. ഇവിടെ ഒളിച്ചിരിക്കും. ഇതൊക്കെ പിടിച്ചു വരുന്നതേ ഉള്ളൂ. ഇത് ഏകദേശം ഭാഗമായി നിൽക്കുക. പിന്നെ ഇതറിയാലോ, ശംഖുപുഷ്പം. അടിപൊളി ഫ്ലവർ ആണ്. പിന്നെ ഇവിടെ ഒരാൾ ഇരുന്ന് ആടുക, ഭയങ്കര പാട്ടൊക്കെ പാടി ഉല്ലസിച്ച് കിടന്ന് ആടുക. പിന്നെ ഞാൻ ചെന്നൊന്ന് ആട്ടിയൊക്കെ കൊടുത്തു. പിന്നെ ഞാനും കൂടി കയറി ഒന്ന് ആടി നോക്കിയതിന്റെ ചിരിയാട്ടോ. എന്നിട്ട് തള്ളും, അവളിരുന്ന് അവിടെ നിന്ന് ചിരിക്കും. ഒന്നാമതേ പല്ലും പോയി അമ്മുമ്മയായിട്ട് ആടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വാ മോളെ നമുക്ക് കറങ്ങാൻ പോവാന്ന് വിളിച്ചപ്പോ എന്നെയും കൊണ്ട് വലിച്ചുകൊണ്ട് പോവുക. എങ്ങോട്ടാ പോന്നേന്ന് ചോദിച്ചാൽ പറയാം ചാച്ചാജി പോവാന്ന്. ചാച്ചാജി അവള് പഠിക്കുന്ന സ്കൂളാട്ടോ. ഈ ഷോർട്ട് കട്ടിലൂടാണ് പുള്ളിക്കാരി സ്കൂളിൽ പോകുന്നത്. തൊട്ടടുത്താണ് സ്കൂൾ, ഒരു മതിൽ വ്യത്യാസമേ ഉള്ളൂ. എന്നെ വലിച്ചുകൊണ്ട് പോവുക. ഇതാണ് ചാച്ചാജി സ്കൂൾ. അവളുടെ ക്ലാസ് ഏതാ? ഈ മതിന്റെ അപ്പുറത്ത് ബ്ലോക്കാ, പഴയ ബ്ലോക്ക്. മൊത്തം കാട് ഏറി അങ്ങനെ കിടക്കുക. പണ്ട് ഒരുപാട് ഓടി നടന്ന് കളിച്ച ഒരു സ്ഥലമാണ് ഇത്. ഇത് അമ്പലത്തിന്റെയും എന്നാണ് ഞങ്ങൾ പറയുന്നത്. അമ്പലക്കാരെ ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. ഇവളിങ്ങനെ ഓടി നടന്ന കണക്ക് പണ്ട് ഞാൻ ഒരുപാട് ഓടി നടന്ന സ്ഥലവാ. ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്, പക്ഷേ ഇവിടെ മൊത്തം പോച്ച കയറി ഇങ്ങനെ കിടക്കും. കുഞ്ഞുനാളത്തെ നല്ലൊരു മെമ്മറിയാണ് ഈ സ്ഥലം. ഇത് കൊട്ടാരം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കൊട്ടാരം എന്ന് പറയുന്നത് എനിക്കറിയില്ല. അതിന്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയാണ് പറയാറ്. പിന്നെ ഞാൻ വഴി കണ്ട് ഇമ്പിപ്പുളിയും പിച്ചി പയ്യെ വീട്ടിലോട്ട് എങ്ങനെ നടന്നു. കൂടെ കൊച്ചു കാന്താരി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് പയ്യെ ഇവിടെ പോയി ഇരുന്ന് പിന്നെ ഉമ്മയടുത്ത് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടങ്ങി ചാർജും ഇല്ലാതെ വണ്ടി കയറി അങ്ങ് ഇരിക്കും ഒരാള് ഓട്ടിക്കാനായിട്ട്. വല്ലപ്പോഴൊക്കെ ചാർജ് കുത്തിയിടണോന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് വിശന്നപ്പോ അവിടെ ഇരുന്ന് ഏത്തയ്ക്ക രണ്ടെണ്ണം എടുത്തിട്ട് പയ്യെ ഇങ്ങനെ കീറിയിട്ട് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. ജസ്റ്റ് എന്താ പറയാ, ഏത്തയ്ക്ക ഇങ്ങനെ കീറിയിട്ടിട്ടൊന്ന് വാട്ടിയെടുത്ത്, എന്നിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പിന്നെ അതൊന്ന് കഴിക്കണം. സൂപ്പർ ടേസ്റ്റ്. എളുപ്പം ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുവാ. പിന്നെ സന്ധ്യയായി അപ്പോഴത്തേക്ക് വാങ്ങൊക്കെ വിളിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.